ഗുഡ് മോർണിംഗ്. അങ്ങനെ മോർണിംഗ് ആയി. പിന്നെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് പുറത്തെത്തി. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ തപ്പി പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അങ്ങനെ കാണാം. ഇന്നത്തെ പ്ലാനൊന്നും അങ്ങനെ പറയുന്നില്ല. പിന്നെ ഇന്നെന്തായാലും നൈറ്റ് റിട്ടേൺ കയറും ലാറ്റ്വേക്ക്. ഇന്ന് നൈറ്റാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ആകുമ്പോൾ ഞങ്ങൾ പരിപാടിയൊക്കെ നിർത്തി ഒന്ന് റിലാക്സായി നേരെ എയർപോർട്ടിലോട്ട് പോകും. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അന്ന് പറഞ്ഞ പോലെ പിന്നെ ഫ്ലിക്സ് ബസ്സിൽ കയറിയിട്ട് തന്നെ പോകണം എയർപോർട്ടിലോട്ട്. ഞങ്ങൾ ഒരു പ്ലാനാണ് ഈ ബോട്ടിലൊന്ന് കയറിയിട്ട് ഫെറിയിൽ കയറിയിട്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകാമെന്നുള്ളത്. അപ്പോൾ അത് എവിടെ നിന്നാണെന്നൊന്നും അറിയില്ല, എന്നാലും ഒന്ന് പോയി നോക്കാം. അവിടെ കുറേ ബോട്ടും ഇതൊക്കെ കാണുന്നുണ്ട്, പോയി നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഫെറീൻ്റെ ഒക്കെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ അന്വേഷിച്ചിട്ട് ബാക്കി നോക്കണം. പക്ഷെ അപ്പുറത്തുള്ള വ്യൂ ഒക്കെ ഏതാ അടിപൊളി എന്നറിയാം. നൈസ്. ഒരു ഫെറാറി, അടിപൊളി പ്ലേസ്. ഇന്ന് തണുപ്പ് കുറവാണ്. ഒരു കൂട്ടം പട്ടികൾ. അങ്ങനെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഈ ലേക്കിൻ്റെ സൈഡിലെത്തി. ഇത് ലേക്കല്ല, ഒരു സീൻ്റെ എക്സ്റ്റൻഷനാണ് ഇതൊക്കെ. പിന്നെ ക്രൂയിസ് ഷിപ്പൊക്കെ വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ യാച്ചികളും ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്പുറമുള്ള വ്യൂ കിടിലാണ്. ഓ, അപ്പുറത്തൊരു ഹെവി ബ്രിഡ്ജ് ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. പിന്നെ അവിടെ കുറേ ബിൽഡിങ്ങുകൾ, അടിപൊളി. പക്ഷെ നമുക്ക് ഇവിടുന്ന് കയറാൻ പറ്റില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രൈവറ്റ് ബോട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് വല്ല പബ്ലിക് സർവീസ് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ബോട്ട് എവിടെ ഉണ്ടോ നോക്കാം. അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നടക്കുകയാണ്. എന്തായാലും ഇവിടെയൊക്കെ അടിപൊളി പ്ലേസാട്ടോ. ഇവിടെ കുറേ അടിപൊളി ബോട്ടുകളും ഇതൊരു വാക്ക് വേ ആണിത്. പിന്നെ അപ്പുറത്തൊക്കെ പഴയ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ അടിപൊളി. ആ കാണാനാണ് സ്റ്റോക്ക്ഹോം സിറ്റി ഹാൾ എന്ന് പറയും. പിന്നെ അപ്പുറത്തൊക്കെ കുറേ ചർച്ചുകളാണ് ആ ഹൈറ്റിൽ കാണുന്നത്. ഇതൊക്കെ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഇവിടെയൊക്കെ നടക്കാൻ എന്ത് രസമാണ് അറിയാമോ, പൊളി. ഇതൊക്കെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നത്. പല കളർ ബിൽഡിംഗ് ആയിട്ട് നല്ല വ്യൂ ആയിരിക്കും അവിടെ നിന്നൊക്കെ. ഇവിടെ ഒരു ബഡ ഷിപ്പല്ല ബോട്ട്. അങ്ങനെ ഈ ഏരിയയിലേ പിന്നെ ബോട്ട് നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് പിന്നെ മറ്റേ ആ സ്റ്റോക്ക്ഹോം സിറ്റി ഹാളില്ലേ, അത് കാണുന്നുണ്ട്. ജസ്റ്റ് ഞാൻ അവിടെ കയറിയിട്ട് എൻ്റെ ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിവിടെ ഫ്രണ്ടിൽ കാണും. ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ. അങ്ങനെ നമ്മൾ നടന്ന് ഇതിൻ്റെ അടുത്ത് എത്തി ഗൈസ്. ഓ, ഈ ചുമരുമലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓ, ഇതിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാവുന്നത്. നല്ല ഹൈറ്റുണ്ട്. പക്ഷെ ഇത് അടിപൊളി. ഈ ചുമരുമല ഈ റെഡ് കളർ ലീഫ്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്. സെറ്റ്. അങ്ങനെ നടന്ന് സിറ്റി ഹാളിൻ്റെ അവിടെ എത്തി. ബാക്കിലൊക്കെ അടിപൊളി കുറേ ടൂറിസ്റ്റുകളും ഉണ്ടെന്നൊക്കെ. ഇത് സിറ്റി ഹാളിൻ്റെ അവിടെ നിന്ന് ഒരു വ്യൂ ആണ്. അതാ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. ഇതാണ് നമ്മൾ വന്ന് സിറ്റി ഹാൾ. അടിപൊളി. സ്റ്റോക്ക്ഹോം സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഭയങ്കര ഒരു ഹ്യൂജ് ബിൽഡിങ്ങാണ്. പഴയ ഏത് വർഷമാണെന്ന് അറിയില്ല, പക്ഷെ നല്ല പഴക്കമുണ്ട്. നല്ല അടിപൊളി. എൻ്റെ ഉള്ളിലും ജസ്റ്റ് ഒന്ന് കയറി നോക്കട്ടെ. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പം തന്നെ എത്തി. ഏകദേശം ഇവിടെ 11 മണിയായി മോർണിംഗ്. സെറ്റപ്പ് ആണല്ലോ. പക്ഷെ ഇവിടെ കുറച്ച് മെയിൻ്റനൻസ് നടക്കുന്നുണ്ട്. പക്ഷെ ഇവർ ഈ വാളിൽ പ്ലാന്റ് ചെയ്തത് നല്ല രസമുണ്ട്. അടിപൊളി. ഓ,
ഓ ഇതാണെന്ന് തോന്നുന്നു ആ ഒരു ഹാളെന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഉൾവശം എന്ന് പറയുന്നത്. ഇത് നമ്മൾ എൻട്രൻസ് കയറി വന്ന സ്ഥലം. ഇത് റോഡിനോട് ചേർന്നിട്ടുള്ള ഹാളിൻ്റെ സൈഡായത്. മറ്റേത് ആ ലേക്കിൻ്റെ സൈഡായിരുന്നു. ഇതിപ്പുറത്ത് മെയിൻ റോഡ്. സിറ്റി ഹാളിൽ നിന്ന് ഇറങ്ങി നേരെ മുന്നോട്ടേക്ക് തന്നെ നടക്കുക. എന്താ ഇവിടെ ഇപ്പോൾ ഒരു അടുത്ത ബ്രിഡ്ജ് ഇങ്ങനെ കയറുക. പക്ഷേ ബ്രിഡ്ജ് നല്ല രസമുണ്ട്. സൈഡിൽ കൂടെയൊക്കെ ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നോക്കിയാലും കിടിലം വ്യൂ. അടിപൊളി. അങ്ങോട്ടേക്ക് അടിപൊളിയായിരുന്നു. ഞാനത് ഇവിടുന്ന് ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. സെറ്റ്. അങ്ങനെ ഇവിടെ നല്ല കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോവാണ്. ഈ ഫ്ലവർ ഈ ബ്രിഡ്ജ് അടിപൊളി. അങ്ങനെ സിറ്റി ഹാളിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് മാറി അങ്ങോട്ട് നടക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനോ അല്ലെങ്കിൽ ആ ഫെറി കയറാനാവോ എന്തോ നോക്കണം. ഏതായാലും ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ, അടിപൊളിയാണ്. ഇതൊക്കെയാണ് ബോട്ടുകൾ. പിന്നെ ഇപ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്യില്ല, 2:30ക്കാണ് സമയം കണ്ടത്. അപ്പോൾ 2:30ക്ക് തന്നെ ഇവിടെ വന്ന് നോക്കണം. പിന്നെ സിറ്റി ഹാളിലേക്ക് സൈഡായിട്ട് വരും. അതാ ഒരു ബോട്ട് വരുന്നുണ്ട്. അതൊക്കെ ആയിരിക്കും. അത് 2:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞോളൂ. അങ്ങനെ നമ്മൾ പ്ലാന് ഫുഡ് കഴിക്കലാക്കി. ഇനിയിപ്പോൾ അടുത്ത് റെസ്റ്റോറൻറ്റ് തപ്പിയുള്ള നടത്താണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത്. ബ്രഞ്ചാണ് കഴിക്കുന്നത്. അതൊരു ബഫേ മോഡൽ ആണ് കഴിക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്രയും സെറ്റപ്പുകളുണ്ട്. ഇത് എത്ര വേണമെങ്കിൽ റീഫിൽ ചെയ്യാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചിക്കന്, ബീഫ്, ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സുഷി ഉണ്ട്. നമ്മൾ റീഫിൽ ചെയ്ത് കഴിക്കും. പിന്നെ ഇത്രയും സാധനം ഫസ്റ്റ് ട്രിപ്പിലെടുത്ത് അവിടെ. പിന്നെ നല്ലപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ഫസ്റ്റ് ട്രിപ്പ് തിന്ന് തീർത്ത് ഇനിയിപ്പോൾ അടുത്ത അവിടെ എടുക്കാൻ പോകണം. ഫുഡ് ഏതായാലും അടിപൊളിയാണ്. ഏകദേശം 155 സ്വീഡിഷ് ക്രോണാണ്. അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് നടക്കുകയും ചെയ്യാം. സുഷീസ് ഉണ്ട്, പല ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഫ്രൈസ്, മോമോസ്, സലാഡ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഡെസേർട്ട് ഐസ്ക്രീം ആയിട്ടാണ് ഓർഡറുണ്ട്. അങ്ങനെ അടുത്ത പിന്നെ റീഫിൽ ചെയ്ത് കൊണ്ടുവന്ന്. ഞാനിതുവരെ സുഷി ട്രൈ ചെയ്തില്ല. സുഷി ട്രൈ ചെയ്തൊക്കെ. പിന്നെ ഈ മോമോസ് അടിപൊളിയാണ്. ഈ ചിക്കൻ ഫ്രൈ അടിപൊളിയാണ്. പിന്നെ ഈ വെജിൻ്റെ ഇത് വെജ് റോള്. അപ്പോൾ അതെന്നെ പിന്നെ എടുത്ത് വന്നു. പിന്നെ കുറച്ച് സലാഡ്സ് എടുത്തു. പിന്നെ അടുത്തതിൽ നമ്മൾ ഡെസേർട്ട് എടുക്കാനാവും വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ മലയാളികളെ തനിക്കോണം നമ്മൾ കാണിക്കും. നല്ലോണം ഇരുന്ന് തിന്നും. നമ്മൾ സുഷി കഴിക്കുന്നതിന് മുമ്പ് കുറച്ച് സോയാ സോസ് ഇതിൻ്റെ മുകളിൽ വെക്കും. ഫസ്റ്റ് ടൈം കഴിക്കുകയാണെങ്കിൽ നോക്കട്ടെ. വായനങ്ങനെ ചുഴിയാവുന്നുണ്ട്. ബ്ലാക്ക് സാധനം. അതിന് പേരൊന്നും അറിയില്ല. എന്താ റോമീറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അടുത്ത് പോയെന്ന് പറയുന്നത് ഡെസേർട്ട്. ഇത് നമുക്ക് എത്ര വേണേലും എടുക്കാം. ഫുഡ് 2 പ്രാവശ്യം കഴിച്ചപ്പോഴേക്ക് ദമ്മായി. പിന്നിപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തൊരു സാധനം ഇവിടെ ഉണ്ട്. അങ്ങനെ ബ്രഞ്ച് ഏതായാലും ഹെവി ആയിരുന്നു. ആ കഴിച്ച് ബോധനിട്ട്. പിന്നെ നല്ല ഫുഡുമായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡെസേർട്ടും കഴിച്ചപ്പോൾ സെറ്റായി. പിന്നെ അങ്ങനെ ഇപ്പോൾ അടുത്ത ലൊക്കേഷൻ തപ്പി ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ കുറച്ചൊക്കെ കവർ ചെയ്ത്. പിന്നെ ഫെറിയാണ് ഇനി മെയിൻ. അതും കൂടി എന്തായാലും കയറണം. പിന്നെ അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിലോട്ട്. ഇവിടെയൊക്കെ ഫുള്ള് നല്ല ഡ്രസ്സിൻ്റെയൊക്കെ ഒരു സ്ട്രീറ്റാണ്. ഫുള്ള് നല്ല കമ്പനീസൊക്കെയാണ്. ഡ്രസ്സ്മാൻ ഫുള്ളങ്ങനെ കോസ്റ്റ്യൂംസിൻ്റെ ഒക്കെ ഒരു സ്ഥലം.
ഫുള്ള് ചെപ്പല്, ഡ്രസ്സ്, വാച്ച്, കോസ്മെറ്റിക്സ്, അതിൻ്റെയൊക്കെ ഒരു സ്ട്രീറ്റാണ്. നല്ല അടിപൊളി, നൈസാണ്. ഇതൊരു ഐക്യൻ്റെ ഔട്ട്ലെറ്റാണ്. ഐക്യ എന്നൊക്കെ പറയുന്നത് പിന്നെ സ്വീഡൻ ബ്രാൻഡ് തന്നെയാണ് അതൊക്കെ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇതാ ഇവിടെ ഒരു അടിപൊളി ചർച്ച്, നല്ല പഴയ ഒരു സ്ട്രീറ്റൊക്കെ കൊള്ളാം. ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എല്ലാം. പൊളി. അങ്ങനെ നടന്ന് ഇവിടെ ഒരു സർക്കിളിലെത്തി. നല്ല വ്യൂ ചുറ്റിലും പഴയ കുറേ കെട്ടിടങ്ങളാണ്. അടിപൊളി വ്യൂ. ഏതായാലും സ്ട്രീറ്റൊക്കെ നൈസ്. കാരണം ഇവിടെ 1-2 ദിവസമൊന്നും അല്ല കാണാനുള്ള. ആക്ച്വലി ഇവിടെ ഞങ്ങളിപ്പോൾ 2 ദിവസത്തെ പ്ലാനിലാണ് വന്നത്. 2-ാമത്തെ ദിവസമായി. പിന്നെ പക്ഷേ 2 ദിവസം 3 ദിവസം വന്നാലും തീരും തോന്നുന്നില്ല. അത്രയ്ക്കുണ്ട് ഇവിടെ. ബാക്കൊക്കെ കണ്ടില്ലേ, ഇവിടെ പാലസും കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ സർക്കിളിൽ നിന്നും ഇങ്ങനെ നടന്നു നീങ്ങാണ്. അവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ തന്നെ. അത് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ അതാണ് നാഷണൽ മ്യൂസിയം. ഇന്നലെ ഒരു വീഡിയോയിൽ ചെറിയൊരു ഷോട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ കുറേ ഫെറീസും ഇതൊക്കെ കാണുന്നുണ്ട്. അവിടെ ജസ്റ്റ് പോയി നോക്കാം. ഇവിടെ ഒരു ഗ്രാൻഡ് ഹോട്ടൽ കാണുന്നുണ്ട്, തൊട്ടപ്പുറത്ത് നാഷണൽ മ്യൂസിയം. ഇതൊരു അടിപൊളി ഏരിയ കേട്ടോ. അപ്പുറത്ത് ക്രൂയിസ് ഷിപ്പൊക്കെ കാണുന്നുണ്ട് കുറേ അകലെ. ഇത് കാണുന്നതാണ് ബോട്ട് കം ബസ്. എന്നുവെച്ചാൽ സൈറ്റ് സീയിങ് ആണ്. ഇത് ബോട്ടും ആവും, പിന്നെ അത് കഴിഞ്ഞ് റോഡിലേക്ക് ഇറക്കിയിട്ട് ബസ്സും ആവും. ഇതാണ് സാധനം. അടിപൊളി. ഇത് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ലായിരുന്നു, അപ്പോൾ അതും കണ്ടു. പിന്നെ ഫ്രണ്ടിൽ വന്നപ്പോൾ മനസ്സിലായത്. നമ്മൾ ഈ പാലത്തിലും കയറി. അന്യായ വ്യൂ, ഒരു രക്ഷയില്ല ചുറ്റിലും. ഇത് നമ്മൾ ഇന്നലെ ഒരു പാലസ് കണ്ടില്ലായിരുന്നു, അതിൻ്റെ ഒരു ബാക്ക് സൈഡായത്. അതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഷിപ്പ് യാർഡും അതൊക്കെയാണ്. നമ്മളിങ്ങനെ നടന്നു വന്ന വഴിയായിരുന്നു. അപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് ടിക്കറ്റ് നോക്കട്ടെ. ഈ 2:30 എല്ലാം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമ്മൾ ബോട്ട് ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറാൻ പോവാം. ബോട്ടിപ്പം വരും, ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ സ്റ്റുഡൻസാണ്, ഡിസ്കൗണ്ട് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു 10 യൂറോ കുറച്ച് തന്നവർ. നല്ല ആൾക്കാരാണ്. പിന്നെ ബോട്ടിൽ കിടില്ല വ്യൂ. നമുക്ക് അവിടെ ഗ്രീൻ കണ്ടില്ലേ, അത് ഫുള്ള് ചുറ്റും. ഏകദേശം 1 hour ജേണി ഉണ്ട്. അപ്പോൾ നമുക്ക് അതിങ്ങനെ നോക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറുകയാണ്. ഇതാണ് ബോട്ട്. ഇതിന് തീരെ ഹൈറ്റ് കുറവാണ്. ആ ഹൈറ്റ് കുറവാണെന്നുള്ള കാരണം എന്താ വെച്ചാൽ ഇത് കുറേ ബ്രിഡ്ജിൻ്റെ താഴെ കൂടെ പോകുന്നതുകൊണ്ടാണ് അങ്ങനെ. ഓ അടിപൊളി, നൈസ് നൈസ് ബോട്ടാ. അങ്ങനെ ബോട്ടിൽ കയറി ഇരുന്ന് ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല ഓപ്പൺ ഏരിയ. അടിപൊളി. നല്ല വീഡിയോസൊക്കെ ഉണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല വ്യൂ കണ്ടിങ്ങനെ പോവാണ്. സ്വീഡൻ്റെ ഫ്ലാഗ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഹൈറ്റ് ബോട്ടിന് കുറവെന്ന് വെച്ചാൽ ഇതേപോലത്തെ ചെറിയ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകണം. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉള്ള ഷിപ്പിലൊക്കെ കയറി പോകുന്നത്. പക്ഷേ
അങ്ങനെ ഒടുവിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നന്നായി. കാരണം ഞങ്ങൾ കുറേ ബോട്ട് അന്വേഷിച്ച് അത് ചീപ്പായിട്ട് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്ത് 1 hour ജേണി ഉണ്ട്. ആ ഒരു സാധനം എന്താണോ വാച്ച് ടവർ അങ്ങനെ തോന്നുന്നു. അത് ലോങ്ങിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയത്. അതൊരു കിട്ടില്ല വീടാന്ന് എനിക്ക് തോന്നുന്നത്. ഒരു യാച്ചൊക്കെ അവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ നിന്നൊക്കെ വിട്ട് കുറച്ച് ഔട്ടർ എത്തി. ഏകദേശം ഫോറസ്റ്റൊക്കെ പോലെ ഉണ്ട് ഇങ്ങോട്ട് സൈഡൊക്കെ കണ്ടിട്ട്. നല്ല അടിപൊളി സ്ഥലം. അയാളെന്താ റോക്കറ്റ് പോയ പോലെ പോയ. അപ്പോൾ കനാലിൽ വിട്ട് ഏകദേശം ഒരു 50 വലിയ സ്ഥലം. അടിപൊളി. നമ്മളിത് ആ കനാലിൽ നിന്നാണ് വന്നത്. നമ്മളിതാ ഇപ്പോൾ ഇവിടുന്ന് യൂട്ടേൺ അടിക്കും. തിരിച്ച് ആ റൂട്ടിന് നേരെ വന്ന സ്ഥലത്തേക്ക്. ഒരു അടിപൊളി സ്ഥലം. അവിടെ നിന്നൊക്കെ പ്ലാന്റൊക്കെ കാണുന്നുണ്ട്. നമ്മൾ റിട്ടേൺ പോവാം. നമ്മൾ അവിടുന്ന് യൂട്ടേൺ അടിച്ച് റൈറ്റ് സൈഡിലുള്ള അവിടെ ഒരു ബ്രിഡ്ജ്. ഇപ്പോൾ വെള്ളത്തിന് കുറച്ചൊരു ഇത് വന്നിട്ടുണ്ട്. ഒരു ഓളം തിരക്ക് പോലെ വണ്ടിങ്ങനെ ചാടി കളിക്കും. അതൊക്കെ ഏതാ ബിൽഡിങ്. അങ്ങനെ നമ്മൾ റിട്ടേൺ സിറ്റിയിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ കളർഫുൾ കുറേ ബിൽഡിങ്. ഒരു ഹെവി ക്രൂയിസ് ഷിപ്പ് കാണിച്ചു തരാം. ഏതാ സൈസ് ഹെവി. അതിനകത്ത് വേറൊരു ഷിപ്പ് കണ്ടാലേ അതിൻ്റെ സൈസ് മനസ്സിലാവും. വീട്ടിൻ്റെ രണ്ട് ചെറുതാണ്. പക്ഷേ ഇത് അമ്പോ. ഇതൊക്കെ ചെറിയ ക്രൂയിസ് ഷിപ്പ്. അതേതാ അങ്ങനെ നമ്മളെ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഏകദേശം 12 തന്നെ എത്താനായി. ഫൈനലി നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. അവിടുന്ന് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്ത ലൊക്കേഷൻ പോയിട്ട് പിന്നെ കാണാം. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ്. അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വാസ മ്യൂസിയം ഉണ്ട്. കുറേ ഈ വൈക്കിങ്സ് ഒക്കെ അല്ലേ പണ്ടത്തെ ഷിപ്പിൻ്റെ ഒക്കെ കുറേ സ്റ്റോറീസാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ 5 മണി ക്ലോസാന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 4 സംതിങ് ആയി. എന്തായാലും നോക്കാം. അതല്ലേ പുറത്തുനിന്ന് അത് ബിൽഡിംഗ് എങ്കിലും ഒന്ന് കാണാമല്ലോ. നടക്കുന്ന വഴിയിൽ അങ്ങനെ ഫുള്ള് കുറേ ബോട്ടുകളൊക്കെ തന്നെ. എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ കണ്ടിട്ട് അവിടെ കാണുന്നതാണ് ആ മ്യൂസിയം. നേരത്തെ നമ്മൾ ബോട്ട് പോയപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ നടക്കാന്ന് പറഞ്ഞാൽ നല്ല ഇതാണ്. പിന്നെ പെട്ടെന്ന് സ്ഥലത്തേക്ക് എത്തും. ഓരോന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെ സമയം ഇതൊന്നും അറിയില്ല. നടന്നു പോകുന്ന തന്നെയാണ് രസം, ആരോഗ്യം ഉണ്ടെങ്കിൽ. അങ്ങനെ ഏകദേശം നമ്മൾ വാസ മ്യൂസിയത്തിൻ്റെ അടുത്ത് എത്താനായി. ഈ ബ്രിഡ്ജ് കൂടിയും കയറിയാൽ അങ്ങോട്ട് എത്തും. ഇത് നമ്മൾ താഴെക്കൂടെ ഇപ്പോൾ നേരത്തെ ബോട്ടിലൂടെ പോയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ കണ്ടാണ് മ്യൂസിയം. ഇത് തന്നെയാണ് സംഭവം.
പുറത്തു നിന്നുള്ള ഈ വ്യൂ അടിപൊളി. നമ്മൾ നടന്ന് ആ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. ഏകദേശം ക്ലോസ് ചെയ്യാനായാണ്, എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഹെവി സംഭവം. ആക്ച്വലി ഇതല്ല വാസ മ്യൂസിയം. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഇതാണ് വാസ മ്യൂസിയം. ഇത് എന്തോ നേരത്തെ കണ്ടത് എന്തോ ഒരു നൊഡേക്ക മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സെറ്റപ്പാണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതിലോട്ടൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഇതാണ് വാസ മ്യൂസിയം. വാസ മുസീറ്റ് അങ്ങനെ എഴുതി വെച്ചാണ്. അത് സ്വീഡിഷാന്ന് തോന്നുന്നു. ഒരു ഷിപ്പിൻ്റെ ഒക്കെ ഷേപ്പിൽ പണ്ടത്തെ കുറേ ഷിപ്പുകളും അതിൻ്റെ കുറേ സ്റ്റോറിയാണ് ഇതിൻ്റെ ഉള്ളിൽ. മസ്റ്റ് വിസിറ്റ് ഒരു പ്ലേസ് ആണെന്നൊക്കെ പറയുന്നത്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് വാസ മ്യൂസിയം. ഒരു പഴയ മറ്റേ പായ്ക്കപ്പലില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിട്ടതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കുറേ അങ്ങനെ ലേക്കിൽ കുറേ നിർത്തിയിട്ടുണ്ട്. ഇത് മറ്റേ നൊഡേക്ക മ്യൂസിയം, ഇത് വാസ മ്യൂസിയം അങ്ങനെ. പിന്നെ ഇവിടെ ലേക്കും നല്ല ഇതൊരു സീൻ്റെ സൈഡാണ് ഇത്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങാണ്. പിന്നെ ഇവിടെ ഏതായാലും കയറണമൊന്നുമില്ല, സമയം കഴിഞ്ഞാണ് ഏകദേശം. അങ്ങനെ ഇനിയിപ്പോൾ നേരെ സിറ്റി സെൻറ്ററിലോട്ട് പോയിട്ട് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്യുന്ന നേരെ എയർപോർട്ടിലോട്ട്. അങ്ങനെ രാത്രി ഫ്ലൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് പ്ലാന്. ഇനിയിപ്പോൾ സിറ്റി സെൻറ്ററിലൊക്കെ ഏകദേശം ഒരു 1/2 മണിക്കൂർ നടക്കാനുണ്ടാവും. എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ കയറും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക്ഹോമിലത്തെ സ്റ്റോറീസ്. ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വീഡിയോയിൽ കാണിക്കാം. അല്ലെങ്കിൽ നേരെ ഫ്ലിക്സ് ബസ് കയറുന്നു, പോകുന്നു. അങ്ങനെ ഇനി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നേരെ എയർപോർട്ടിലത്തെ പോകുന്ന ചെക്ക് ഇൻ ചെയ്യുന്നു. പിന്നെ അതിനനുസരിച്ച് ചെയ്ത് ടെർമിനൽ ഞാൻ നോക്കിയിട്ട് ഫ്ലിക്സ് ബസ് ബുക്ക് ചെയ്യണം. പിന്നെ സ്റ്റോക്ക്ഹോം വിടും. കാരണം ഇപ്പോൾ സ്റ്റോക്ക്ഹോമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് യൂറോപ്യൻ വിസ ഉള്ളവരൊക്കെ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെ കൂടുതൽ എക്സ്പെൻസീവ് ഒന്നുമല്ല. നമുക്ക് നോക്കി കഴിച്ചാലും സ്റ്റേ ചെയ്താലൊക്കെ നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടും ട്രാവൽ ചെയ്യാനൊക്കെ. പിന്നെ അടിപൊളി സ്ഥലമാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി. കാരണം നമുക്ക് ഈ നടന്ന് കാണാൻ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഈ സിറ്റി സെൻറ്ററിലോട്ട് വന്നാൽ തന്നെ ഒരു ഇതെല്ലാം ഇവിടെ തന്നെ കാണും. പിന്നെ ബോട്ട് റൈഡ് സൂപ്പറായിരുന്നു. അത് 1 hour അതും അടിപൊളിയായി. പിന്നെ ഇന്നലെ പിന്നെ കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം പുലർച്ചെ ഇവിടെ എത്തിയതുകൊണ്ട് അങ്ങനത്തെ ഒരു സീൻ. ഞാൻ ഇന്ന് ഏതായാലും നല്ല ഉറങ്ങുകയും ചെയ്തു, മൊത്തം കറങ്ങുകയും ചെയ്തു, ഒക്കെ അടിപൊളി. അങ്ങനെ സ്റ്റോക്ക്ഹോമിലത്തെ കാഴ്ചകളും എല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗോ ഫുഡ് വ്ളോഗോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.